നമസ്കാരം. ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ വീണ്ടും ചോര വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ അതൊരു യുവ നേതാവിന്റെ മരണത്തെ തുടർന്നുള്ള വിദ്വേഷത്തിന്റെയും വാശിയുടെയും കനലുകളാണ് ആളിപ്പടർത്തിയത് എന്ന് മാത്രം. ഇൻകുലാബ് മഞ്ച് കൺവീനറും തീവ്ര ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ ശ്രദ്ധേയനുമായ ഷെരീഫ് ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേറ്റ് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചു എന്ന വാർത്ത ഒരു അഗ്നിപർവ്വതം കണക്കെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഈ മരണം കേവലം ഒരു നേതാവിന്റെ വിയോഗമായിട്ടല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് പ്രക്ഷോഭകാരികളായിട്ടുള്ള യുവാക്കൾ നോക്കിക്കാണുന്നത്. തലസ്ഥാനമായ ധാക്ക മുതൽ രാജ്ഷാഹി വരെ നീളുന്ന നഗരവീഥികൾ നിമിഷ നേരം കൊണ്ടാണ് യുദ്ധക്കളങ്ങളായിട്ട് മാറിയത്. മാധ്യമ സ്ഥാപനങ്ങൾ തീയിട്ട് നശിപ്പിച്ചും ചരിത്ര സ്മാരകങ്ങൾ തകർത്തും പ്രതിഷേധക്കാർ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശ് വീണ്ടും ഒരു അരാജകത്വത്തിന്റെ നിഴലിലാവുകയാണ്. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം രാജ്യത്തെ ഇന്ത്യ വിരുദ്ധ വികാരം അതിന്റെ പരകോടിയിൽ എത്തിച്ചിരിക്കുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷവും ശാന്തമാകാത്ത ബംഗ്ലാദേശ് രാഷ്ട്രീയം ഈ പുതിയ കലാപത്തോടെ കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അയൽരാജ്യങ്ങളെയും ആഗോള ശക്തികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ബംഗ്ലാദേശിലെ ഈ പുതിയ പ്രതിസന്ധി ആ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഗൗരവകരമായ വിശകലനം നമ്മളിവിടെ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇന്ത്യ വിരുദ്ധതയെക്കുറിച്ചും. ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ യുവ രാഷ്ട്രീയ നേതാവും ഇൻകിലാബ് മഞ്ച് കൺവീനറുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം ബംഗ്ലാദേശിനെ വീണ്ടും വലിയൊരു കലാപ ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു എന്നത് സത്യമാണ്. അജ്ഞാതരുടെ വെടിയേറ്റ് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹാദി അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ പ്രതിഷേധങ്ങൾക്കാണ് ബംഗ്ലാദേശ് നിലവിൽ സാക്ഷ്യം വഹിക്കുന്നത്. തലസ്ഥാനമായ ധാക്ക ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങൾ പ്രക്ഷോഭകാരികളുടെ നിയന്ത്രണത്തിലായതോടെ ആഗോള രാഷ്ട്രീയം ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ധാക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായിട്ടുള്ള ഡെയിലി സ്റ്റാർ, പ്രോതോം അലോ എന്നിവരുടെ ഓഫീസുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ബംഗ്ലാദേശിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. പത്ര ഓഫീസുകൾക്ക് തീയിടുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തതിലൂടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടുത്ത വെല്ലുവിളിയാണ് പ്രക്ഷോഭകാരികൾ ഉയർത്തുന്നത്. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നിൽ ബാഹ്യശക്തികളാണ് എന്ന ആരോപണം യുവജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഇന്ത്യ വിരുദ്ധ വികാരം പടരാൻ കാരണമായിട്ടുണ്ട്. ഇൻകുലാബ് മഞ്ച് എന്ന സംഘടനയുടെ കീഴിൽ അണിനിരന്ന യുവാക്കൾ തെരുവുകളിൽ അഴിഞ്ഞാടുന്നത് ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്ഷാഹി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അവാമി ലീഗ് ഓഫീസുകൾക്കും ബംഗ്ലാദേശിന്റെ സ്ഥാപക പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വസതിക്കും പ്രതിഷേധക്കാർ തീയിട്ടത് രാജ്യത്തെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തോടുള്ള കടുത്ത അമർഷത്വമാണ് വ്യക്തമാക്കുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷവും ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സ്ഥിരത കൈവരിക്കാനായിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഹാദിയുടെ മരണം ഒരു രക്തസാക്ഷിത്വമായി ഉയർത്തിക്കാട്ടി തീവ്രവാദ ചിന്താഗതിയുള്ള സംഘടനകൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. യുവാക്കൾ വലിയ തോതിൽ പങ്കുചേരുന്ന ഈ പ്രക്ഷോഭം ബംഗ്ലാദേശിനെ ഒരു പുതിയ അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സൈന്യത്തിന് പോലും സാധിക്കാത്ത വിധം അക്രമം പടരുന്നത് അയൽരാജ്യമായി ഇന്ത്യയെയും ആശങ്കയിലാഴ്ത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധത്തിന്റെ പ്രധാന ഭാഗമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴാൻ ഇത് കാരണമായേക്കാം എന്നതാണ് മറ്റൊരു കാര്യം. വരും ദിവസങ്ങളിൽ ഈ കലാപം എങ്ങോട്ട് നീങ്ങും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബംഗ്ലാദേശിന്റെ ഭാവി. ബംഗ്ലാദേശിൽ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ കലാപം ആ രാജ്യത്തെ ഒരു സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രക്ഷോഭകാരികൾ തെരുവുകളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതും പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നതും ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറത്താണ്. അവർക്കൊന്നും ഇവിടെ ചെയ്യാനാകുന്നില്ല എന്നതാണ് സത്യം. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് താൽക്കാലിക സർക്കാരിന്റെ നിലപാടുകളും ഇന്ത്യൻ അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാർ നിലവിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം ഒരു വൈകാരിക വിഷയമായി മാറിയതോടെ പ്രതിഷേധക്കാരെ നേരിടാൻ സർക്കാർ മടിക്കുന്നതായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അക്രമം തടയാൻ കർശനമായ നടപടികൾ സ്വീകരിച്ചാൽ അത് വലിയ തോതിലുള്ള ജനരോഷത്തിന് കാരണമാകുമെന്നാണ് സർക്കാർ ഇന്ന് ഭയപ്പെടുന്നത്. എന്നാൽ മാധ്യമ സ്ഥാപനങ്ങളും ചരിത്ര സ്മാരകങ്ങളും തകർക്കപ്പെടുന്നത് തടയാൻ കഴിയാത്തത് സർക്കാരിന്റെ വലിയ പരാജയമായി ആഗോളതലത്തിൽ വിലയിരുത്തപ്പെടുന്നുമുണ്ട്. വിദേശ നിക്ഷേപകരും നയതന്ത്ര പ്രതിനിധികളും ബംഗ്ലാദേശിന്റെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അക്രമം തുടരുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നിരിക്കെ
സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകി ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട്. ബംഗ്ലാദേശിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രക്ഷോഭകാരികൾ ഇന്ത്യ വിരുദ്ധ വികാരം ആളിപ്പടർത്തുന്ന ഈ സാഹചര്യത്തിൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് BSF അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ കഴിയുന്നത്. പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര അതിർത്തികളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ത്യ ഭയപ്പെടുന്നുണ്ട് എന്ന് അർത്ഥം. ബംഗ്ലാദേശിലെ കലാപം മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചേക്കാമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ വസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കൂടാതെ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിക്കുമോ എന്ന ആശങ്കയും ഇന്ത്യക്കുണ്ട്. രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുമ്പോൾ പലപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. ഇത് ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമായിരിക്കാം. അത് ഇന്ത്യക്ക് വലിയ പ്രശ്നവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നയതന്ത്ര തലത്തിൽ ബംഗ്ലാദേശ് സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുകയാണ് ഇപ്പോഴും. എന്നാൽ ഷെരീഫ് ഉസ്മാൻ ഹാദിയെ പോലുള്ള നേതാക്കളുടെ അനുയായികൾ, അതായത് അവരെന്തായാലും ഇന്ത്യ വിരുദ്ധരാണല്ലോ, ഇവരുന്നയിക്കുന്ന ആരോപണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യവും ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ കലാപവും ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇൻകുലാബ് മഞ്ച് പോലെയുള്ള സംഘടനകൾ തെരുവിലിറങ്ങുന്നതും മാധ്യമ സ്ഥാപനങ്ങൾ തീയിടുന്നതും രാജ്യത്തെ വിദേശ നിക്ഷേപകരിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിലേ പ്രശ്നമാണ് ബംഗ്ലാദേശിന്. ബംഗ്ലാദേശിന്റെ പ്രധാന വരുമാന മാർഗമായിട്ടുള്ള വസ്ത്രനിർമ്മാണ മേഖല ഈ അസ്ഥിരത കാരണം വലിയ തിരിച്ചടിയാണ് ഇന്ന് നേരിടുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയണം. വിദേശ ഓർഡറുകൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുന്നതും ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതും രാജ്യത്തെ പട്ടിണിയിലേക്കും വലിയ തൊഴിലില്ലായ്മയിലേക്കും നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഇതിനോടകം തന്നെ ബംഗ്ലാദേശിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ലോകബാങ്കും IMF-ഉം നൽകി വരുന്ന സഹായങ്ങൾ പോലും മുടങ്ങാനുള്ള സാധ്യത ബംഗ്ലാദേശിലുണ്ട്. അതായത് പൂർണ്ണമായും പട്ടിണിയിലേക്ക് അവരെത്തും. അയൽരാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിലപാടുകൾ ഈ വിഷയത്തിൽ അതീവ നിർണായകം തന്നെയാണ്. ബംഗ്ലാദേശിലെ അക്രമങ്ങൾ ദക്ഷിണേഷ്യൻ മേഖലയുടെ സമാധാനത്തിന് ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിലെ ഈ ഇന്ത്യ വിരുദ്ധ വികാരം മുതലെടുക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയെ കൂടുതൽ ജാഗരൂകരാക്കുന്നു. അതാണ് ഇന്ത്യ പല നീക്കങ്ങളും ഇപ്പോൾ നടത്തുന്നത്. ചൈനയുടെ ഈ മേഖലയിലെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ബംഗ്ലാദേശിലെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാരിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറി വരികയാണ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാൻ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ അധികാരം കൈമാറുന്നതിന് പകരം രാജ്യം കലാപത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹാദിയുടെ അനുയായികളായ യുവജനങ്ങളെ പിണക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. അവരൊന്നും പറയുന്നത് കേൾക്കില്ല. രാജ്യത്തെ ക്രമസമാധാന നില തകർന്നാൽ അത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണായി ബംഗ്ലാദേശിനെ മാറ്റുമെന്നും ആഗോള ഏജൻസികൾ ഇതിനോടകം തന്നെ ഭയപ്പെട്ടു കഴിഞ്ഞു. ബംഗ്ലാദേശിലെ ഈ വഷളായ സാഹചര്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ സൈന്യം പൂർണ്ണമായ അധികാരം ഏറ്റെടുക്കുമോ എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുക. ഇനി അവിടുത്തെ രാഷ്ട്രീയ ഭാവി ഇതിൽ മാത്രമേ നമുക്ക് വിലയിരുത്താനാകൂ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുന്നത് കാത്തിരിക്കുകയാണ്, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തീരാൻ. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം ഒരു രാജ്യത്തിന്റെ വിധി തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു ചാവേർ തന്ത്രമായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് വ്യക്തമാകുക. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം കേവലം ഒരു രാഷ്ട്രീയ കലാപത്തിനപ്പുറം ആ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ തകർക്കുന്ന വംശീയ ആക്രമണങ്ങളിലേക്ക് പടരുന്നു എന്നതാണ് പേടിപ്പിക്കുന്ന ഒരു കാര്യം. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ ഉയർന്നു വന്ന ഇന്ത്യ വിരുദ്ധ വികാരം രാജ്യത്തെ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളായി മാറുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ അതീവ ഗൗരവകരമാണ്. അവർ കൊല്ലപ്പെട്ടേക്കാം. അരാജകത്വം മുതലെടുത്ത് തീവ്ര ഗ്രൂപ്പുകൾ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും ആരാധനാലയങ്ങളും ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ തീവ്ര ദേശീയതയും വിദ്വേഷവും ബംഗ്ലാദേശിനെ വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയും വളരെ ശക്തമാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച്
അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ ഏറെ നിർണായകമാണ്. ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോഴും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തിലും അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി സ്റ്റാർ, പ്രോത്തോം അലോ തുടങ്ങിയ മാധ്യമങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അപലപിച്ചു കഴിഞ്ഞു. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തേക്കാൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ താൽക്കാലിക സർക്കാരിന് കഴിയുമെന്നാണ് അമേരിക്ക അടങ്ങിയുറച്ച് വിശ്വസിക്കുന്നത്. എങ്കിലും തെരുവിലെ ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ US നൽകുന്ന സാമ്പത്തിക സഹായങ്ങളിലും അതുപോലെ തന്നെ വ്യാപാര മുൻഗണനകളിലും മാറ്റം വരുത്താൻ അവർ നിർബന്ധിതരായേക്കാം. കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ലാഭം തന്നെയാണ് വലുത്. ബംഗ്ലാദേശ് യുവാക്കൾക്കിടയിൽ ഇത്ര വലിയ തോതിൽ ഇന്ത്യ വിരുദ്ധ വികാരം പടരുന്നത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യത്തിലും തർക്കങ്ങളില്ല. വർഷങ്ങളായി നിലനിന്നിരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം ഇപ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം പോലെയല്ല ഇപ്പോഴുള്ളത്. ഷെരീഫ് ഉസ്മാൻ ഹാദിയെ പോലുള്ള ഒരു നേതാവിന്റെ മരണം ഈ വിദ്വേഷത്തിന് കൂടുതൽ ആക്കം കൂട്ടി എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക ഇടനാഴികളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെ. ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ ഒരു വശത്ത് ജനാധിപത്യം പ്രസംഗിക്കുമ്പോഴും മറുവശത്ത് തെരുവിലെ ആക്രമകാരികൾക്ക് മുന്നിൽ നിസ്സഹായരാകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഉടനെ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വരെ ഭീഷണിയാകുന്ന ഇത്തരം അതിക്രമങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കഴിവുകേടാണ്. ഒന്നെങ്കിൽ നിയമപരമായി അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഒരു സർക്കാർ അവിടെ വരണം, അല്ലെങ്കിൽ ഇന്ത്യയോടോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോടോ സഹായം ചോദിച്ച് ആ രാജ്യത്തെ ഒന്ന് രാഷ്ട്രീയ അസ്ഥിരത ഒന്ന് മാറ്റിയെടുക്കണം. എന്തായാലും നമ്മുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിന്റെ വിധി ഒരു രാജ്യത്തിനും സംഭവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെ ആയാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.